ارجعي إلى ربك راضية مرضية وادخلي في عبادي وادخلي جنتي. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഏറെ പവിത്രവും പരിശുദ്ധവുമായ ഒരു മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഇനിയൊരു റമളാൻ മാസം സമാഗതമാകുമ്പോൾ നാം അതിന് സാക്ഷികളായി ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും ഉറപ്പില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ ഒരു അവസരത്തെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഇഹപര ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിത മേഖലകൾക്ക്, അവരുടെ ആത്മീയ മേഖലകൾക്ക് ഊർജം പകരുവാനുള്ള അവസരമാകുന്നു റമളാനിലൂടെ നാം നേടിയെടുത്തിട്ടുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തേക്കാൾ കൂടുതൽ അവൻ്റെ മരണസമയത്തെ സംബന്ധിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി, അതിൽ ഞാൻ ഉൾപ്പെടുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായ സമയമാകുന്നു ഇപ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ മനഃശാന്തി അടഞ്ഞ ആത്മാവേ, തുമഇനീനത്തായ ഒരു മനസ്സ്, സമാധാനപൂർണമായ ഒരു മനസ്സ്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. നമ്മുടെ മനസ്സകങ്ങളിൽ ഒരുപാട് ആകുലതകളും വേവലാതികളും അസ്വസ്ഥതകളും ഒക്കെയായി നിൽക്കുകയാണ് എങ്കിൽ അതിന് മുത്തുമഇന്നത്ത് എന്ന മനസ്സ് എന്ന് പറയാൻ സാധ്യമല്ല. മറിച്ച് മനസ്സുകളുടെ വ്യത്യസ്തമായ തലങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് നഫ്സുൽ ലവ്വാമയാണ്, കുറ്റബോധത്തിൻ്റെ മനസ്സ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയ റബ്ബേ എന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക അവസ്ഥക്കാണ് നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്നത്. ആ ലവ്വാമയിൽ നിന്ന് മുത്മഇന്നത്തായ മനസ്സിലേക്ക് അള്ളാഹു നൽകുന്നത് അവനോടുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആ തെറ്റുകുറ്റങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും മനസ്സ് മുത്മഇന്നത്തായ മനസ്സിലേക്ക് അത് സഞ്ചരിക്കും. മറ്റൊന്ന് നഫ്സുൽ അമ്മാറത്തും ബിസ്സൂ എന്നാണ്. മനുഷ്യന്റെ മനസ്സ് എപ്പോഴും തിന്മകളിലേക്ക് അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നന്മ ചെയ്യാനാണ് പ്രയാസം, തിന്മക്ക് അതിവലിയ പ്രയാസമൊന്നുമില്ല. പെട്ടെന്ന് മനസ്സ് അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, വമാ ഉബദ്ദിഉ നഫ്സി ലിഅന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനസ്സ് എപ്പോഴും തിന്മകളിലേക്ക് അതിങ്ങനെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. ആ അവസ്ഥയിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകുമ്പോൾ ആ മനസ്സ് സമാധാനപൂർണമാകണം. സമാധാനമുള്ളൊരു മനസ്സിന് ഇസ്ലാം നൽകുന്ന ഏറ്റവും